Hi friends, Assalamu alaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറുപയർ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള ചെറുപയറാണ്. ചെറുപയർ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാനാണെങ്കിലും കറി വെക്കുമ്പോഴാണെങ്കിലും കുതിർത്തൊന്ന് എടുത്തു കഴിഞ്ഞാൽ ആ കറിക്കാണെങ്കിലും സ്നാക്കിനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ചെറുപയർ വേകാൻ ആവശ്യമായ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതേപോലെ കുക്കർ അടിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ചുള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതും, പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചക്കുത്ത് പോകുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 20 ചെറിയുള്ളി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി. എൻ്റെ അടുത്ത് ചോപ്പറില്ല, ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. ക്രഷ് ചെയ്യുന്ന സമയത്ത് അരിഞ്ഞു പോകരുത്. ചെറുള്ളി ആയതുകൊണ്ട് അരിഞ്ഞു പോയാൽ ടേസ്റ്റ് കുറയും. അപ്പോൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുപയറിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ് 2 എണ്ണം, വലുതാണെങ്കിൽ 1 ചേർത്താൽ മതി. ഈ ചെറുപയർ കറിക്ക് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് തക്കാളിയുടെ പുളിക്കനുസരിച്ച് തക്കാളി എടുത്താൽ മതിയാകും. ഈ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു 3-4 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയുടെ അളവ് ഒരിക്കലും കൂടി പോകണ്ട, മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതിയാകും. ഈ പൊടികളുടെ പച്ചക്കുത്ത് പോകുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ ചെറുപയർ വെന്തത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുപയർ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആ വെള്ളം മാത്രം മതി. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, കുറച്ച് ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളിതിലേക്ക് പച്ചവെള്ളം ചേർക്കരുത്, കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഉപ്പ് നോക്കുക, ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറുപയർ കറി നിങ്ങൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ അല്ലെങ്കിൽ ആ രീതിയിലും എങ്ങനെയാണെന്നുള്ളതും അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.